ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമാവുകയാണോ എന്നാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. അടുത്തിടെയായി സമസ്തയ്ക്കുള്ളിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്ന തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ വലിയ രീതിയിൽ രൂക്ഷമായിരുന്നു. അടുത്തിടെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ, പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതുമാണ്. സാദിഖ് അലി തങ്ങൾക്ക് ഖാസിയാകാൻ യോഗ്യതയില്ലാത്ത ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശവും അടുത്തിടെയുണ്ടായ കേക്ക് വിവാദം, സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനെതിരെ നടന്ന വിമർശനങ്ങളൊക്കെ, ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ വിമർശനങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. അതിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കൊക്കെ കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ നടപടി വേണമെന്നടക്കം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ CPM അനുകൂല നേതാക്കൾ സാദിഖ് അലി തങ്ങളെ കണ്ട് ഖേദം പ്രകടിപ്പിച്ചത്. അവർ ആ ഖേദം പ്രകടിപ്പിച്ചത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. സമസ്തയ്ക്കുള്ളിലെ ഐക്യത്തിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നാണ് ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും ഒക്കെ പ്രതികരിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ദൗസർ, എന്ത് തോന്നുന്നു? ഈ ഒരു വെടിനിർത്തൽ ഉണ്ടായി കഴിഞ്ഞോ സമസ്തയ്ക്കുള്ളിൽ? അല്ല, അത് ഭയങ്കര സങ്കീർണമായൊരു സംഗതിയാണ്. അത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പം ദിവ്യ നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം. ഇത് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നമാണോ, സമസ്തക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നമാണോ, ഇനി അതല്ല ലീഗിനകത്തെ പ്രശ്നമാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ഇറങ്ങി നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളൊരു പ്രശ്നം, നമ്മൾ സാധാരണ ഒരു ജേർണലിസ്റ്റിക് ലാംഗ്വേജിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം, ലീഗ് അനുകൂല പക്ഷം എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറയുന്നതിലും ചില പ്രശ്നങ്ങൾ. കാരണം ഇന്ന് പത്രക്കുറിപ്പ് ഇറക്കിയാൽ ഫേസ്ബുക്കിലൂടെ ഇത് പറഞ്ഞിട്ടുള്ള ആളുകൾ, ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ ആളുകൾ, അവരെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ എല്ലാ കാര്യത്തിലും ഒരേ ലക്ഷ്യത്തോടു കൂടി ഒരു പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പം ഇന്നലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുക്കം ഉമർ ഫൈസി, സത്താർ പന്തല്ലൂർ, ഇവരാണ് പ്രധാനമായിട്ട് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സത്താർ പന്തല്ലൂർ നേരത്തെ SKSSFൻ്റെ ജനറൽ സെക്രട്ടറി, SKSSFൻ്റെ ഏറ്റവും ജനകീയനായ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. സുപ്രഭാതം പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ് ഇപ്പോൾ അദ്ദേഹം പുലർത്തുന്ന ഒരു അപ്രോച്ചുണ്ട്. അതെന്ന് വെച്ചാൽ സമസ്ത എന്ന് പറയുന്ന സംഘടന അത് ഇൻഡിപെൻഡൻ്റായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട്, അത് ലീഗെന്നോ അല്ലെങ്കിൽ CPM എന്നല്ല, സ്വതന്ത്രമായിട്ട് സമുദായത്തിൻ്റെ വിഷയങ്ങൾ ഉന്നയിക്കുവാനും അതിൽ വളരെ സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് നിൽക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും സമുദായ പ്രശ്നങ്ങൾ പലപ്പോഴും ലീഗിനപ്പുറം നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം സാധാരണഗതിയിൽ സമസ്ത സ്വീകരിക്കുന്ന ഒരു സമുദായ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലീഗ് എന്താണോ പൊസിഷൻ എടുക്കുന്നത് അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. അതല്ല, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ EWSൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമുദായവുമായി ബന്ധപ്പെട്ട മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിയുമായിട്ട് പ്രശ്നം വരും. ഇതിലൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയുക, സമുദായത്തിൻ്റെ പൊതുവായ കോഴ്സിന് വേണ്ടി ശക്തമായി അസേർട്ടീവായിട്ട് നിൽക്കുക, അങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി സമസ്തയെ മാറ്റുക എന്ന നിലപാടുള്ള ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ മുക്കം ഉമർ ഫൈസിയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം CPM-ആയിട്ട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന ആളാണ്. CPM അദ്ദേഹത്തിന് പല ഈ വഖഫ് ബോർഡ് ഇങ്ങനെയൊക്കെയുള്ള പല വേദികളിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ട്. സംഘടനയ്ക്കകത്ത് സമസ്തക്കകത്ത് തഴയപ്പെടുത്തു. പ്രത്യേകിച്ച് ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രധാന ഭാരമായിരുന്നു. ആ സ്ഥാനത്ത് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആ നിലക്കുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ, വ്യക്തിപരമായ ചില പ്രതികാരബോധമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM-ആയിട്ട് ചേർന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് നമ്മൾ കണ്ടാണല്ലോ, CPM-ന് അനുകൂലമെന്ന് ആർക്കും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പൊതുപ്രസ്താവന അദ്ദേഹം നടത്തി. CPM-ൻ്റെ വേദികളിൽ വ്യാപകമായിട്ട് പങ്കെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ സാദിഖ് അലി തങ്ങളുടെ ഖാദി സ്ഥാനം, അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് പ്രഭാഷണം നടത്തും. അപ്പോൾ അദ്ദേഹമുണ്ട്. ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കാട്, അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ സാദിഖ് അലി തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ബിഷപ്പിൻ്റെ അടുത്ത് പോയിട്ട് കേക്ക് മുറിച്ച് ക്രിസ്മസിൽ കേക്ക് അതിനെ വിമർശിക്കുന്ന തരത്തിലൊരു പ്രഭാഷണം നടത്തുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് PMA സലാമിൻ്റെ കമൻ്റ് ഉണ്ട്. ഇദ്ദേഹം ഒരു കരുവാരെ കൊണ്ടൊരു സ്കൂളിൽ അവിടെ ജോലി ചെയ്യാതെ ശമ്പളം മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസ്, ഒരു വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഒരു തട്ടിപ്പ് കേസാണത്, ഒരു വിജിലൻസ് അഴിമതി കേസാണത്. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളാണ്. സർക്കാരിൻ്റെ കയ്യിലാണ് ഫയൽ. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആണ് ഇയാൾ ഈ പരിപാടി നടത്തുന്നതാണ് PMA സലാം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, ഇച്ഛാഭംഗങ്ങളുണ്ട്,
മൂപ്പിളമ തർക്കങ്ങളുണ്ട്. നിശ്ചയമായിട്ട് ജിഫ്രി തങ്ങളും ഉമർ ഫൈസിയും ഒക്കെ തമ്മിലുള്ള പ്രശ്നത്തിൽ അതും ഒരു ഘടകമാണ്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള പൊസിഷൻ എടുത്തിട്ട് ചില നിലപാടുകളുടെ പേരിൽ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നിട്ടുള്ള പല തരത്തിലുള്ള തലങ്ങും വിലങ്ങുമായിട്ടുള്ള വിള്ളലുകളും തർക്കങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അത് സമസ്തക്കുള്ളിലെ കാര്യങ്ങൾ. അത് ലീഗുമായിട്ട് നോക്കുമ്പോൾ അതിനകത്തും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പാണക്കാട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് ആവുന്നു. പിന്നെ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവർ തന്നെയാണ് മഹാഭൂരിപക്ഷം മഹലുകളുടെയും ഖാദിയാകാറുള്ളത്. അപ്പോൾ അങ്ങനെ ഖാദിയാകാനുള്ള ഈ പറയുന്ന ഒരു റിലീജിയസ് സെമിനാരിയിൽ മതപാഠശാലയിൽ പഠിച്ചിട്ടുള്ള അനുഭവം അദ്ദേഹത്തിനില്ല. അത് ഒരു വിഷയമായേക്കാം എന്ന് ഞാൻ അന്ന് ഇദ്ദേഹം പ്രസിഡൻ്റായി സ്ഥാനം ഏറ്റെടുത്ത് അന്ന് നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണിപ്പോൾ ഈ സമസ്തയിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അദ്ദേഹം എങ്ങനെ ഈ ഖാദി സ്ഥാനത്ത് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഈ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇത് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ആര് എവിടെ നിൽക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത കുഴമറിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ഈ കുഴമറച്ചിലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ പാണക്കാട് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്, കൊടപ്പനക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. മഹലിലാണെങ്കിൽ, സ്ഥാപനങ്ങളിലാണെങ്കിലും, സമുദായ സംഘടനകളാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മാധ്യസ്ഥം പറയുന്ന, അത് പരിഹരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ ഒരു ഓഫീസ് ആണ് ഈ പാണക്കാട് തറവാട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പാണക്കാട് തങ്ങൾ ഒരു പ്രശ്നത്തിൽ കക്ഷിയാവുകയാണ്, അതിലൊരു പാർട്ടിയാവുകയാണ്. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. പാണക്കാട് തങ്ങൾ സാധാരണ എന്താണ്, അയാൾ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളായിട്ടാണ് ഉണ്ടാകുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നത്തിൽ അതിൻ്റെ ഭാഗമായി അദ്ദേഹം മാറുകയാണ്. ഇങ്ങനൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും എന്താ പറയുക, ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശമാണ്. അദ്ദേഹത്തിൻ്റെ ഖാദി സ്ഥാനത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ കേക്ക് മുറിച്ചതിനെ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനം ചെന്ന് എത്തി പരിഹരിക്കപ്പെടേണ്ട സ്ഥലമാണത്. പക്ഷെ അദ്ദേഹമാണ് ഇതിൽ കക്ഷിയാവുന്നത്. അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. അത് എങ്ങനെയാണത് പരിഹരിക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നുണ്ടായ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇന്നലെ സാദിഖലി മെനിയാന്ന് ഈ പറഞ്ഞ ഹമീദ് ഫൈസി, ഉമർ ഫൈസി ഇവരൊക്കെ പത്രസമ്മേളനം നടത്തുന്നു. പോയി കണ്ട് സംഗതിയൊക്കെ സെറ്റായി എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ സാദിഖലി തങ്ങൾ വന്നിട്ട് മാധ്യമങ്ങളോട് എന്താ പറയുന്നത്, ഞാൻ ഇതുവരെ സാദിഖലി തങ്ങൾ ഇത്ര രൂക്ഷമായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടില്ല. വളരെ രൂക്ഷം, വളരെ കർക്കശമായ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വന്ന് എല്ലാം സെറ്റിലായി എന്ന് പറഞ്ഞുകൊണ്ട് ആവില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പരസ്യമായി പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി തന്നെ പറയണ്ടേ എന്ന് പറഞ്ഞാൽ, ഇവർ വന്ന് ഖേദം പ്രകടിപ്പിച്ചു അല്ലെ മാപ്പ് പറഞ്ഞു എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല. അത് കുഞ്ഞാലിക്കുട്ടി പിന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലക്കടവ് ഫൈസിയൻ ടീമിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നു, ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിലൊരു വാചകമുണ്ട്, എന്താണ്, പൊതുവായ ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും ഞങ്ങൾ സന്നദ്ധരാണ്. അത് നല്ലൊരു മെസ്സേജായിട്ടാണ് ഞാൻ കാണുന്നത്. പൊതുവായ ഐക്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാരമോ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലി ഈ ക്ഷയിക്കുന്നതിന് പകരം പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഐക്യപ്പെടുക എന്ന ഒരു സംഗതി അവർ ഉൾക്കൊള്ളുകയാണ്. അവർ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ അതൊരു നല്ല സന്ദേശമാണ്. ഇനി അതല്ല, ഇത് നമ്മൾ കാണുന്ന വെച്ചാൽ CIC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതുപോലെയുള്ള ഖാദി സ്ഥാനം, പാണക്കാട് തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ കയറുക, പിന്നെ ഇങ്ങനെ താഴോട്ട് പോവുക, വീണ്ടും കയറുക, പിന്നെ ഇങ്ങനെ താഴോട്ട് പോവുക, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ? നന്ന ചുരുങ്ങിയത് ഇതൊന്ന് എവിടെയൊന്ന് സെറ്റിൽ ചെയ്ത് തീർക്കേണ്ടതുണ്ടല്ലോ. അതിന് സമസ്ത ലീഡർഷിപ്പിനും സാധിക്കുന്നില്ല, പാണക്കാട് ലീഡർഷിപ്പിനും സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഒരു നല്ല ലക്ഷണമല്ല. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളതാണ് പൊതുവെ സമുദായം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിലേക്ക് അടുക്കുന്നില്ല. ഗൗരവത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പ്രശ്നങ്ങൾ ഇന്നലെ ജിഫ്രി തങ്ങൾ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇവിടെ സമസ്തയ്ക്കുള്ളിലെ നേതാക്കളെ നിയന്ത്രിക്കാൻ സമസ്ത നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതാണോ ഒരു പ്രശ്നം?
അല്ല, നേതാക്കളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ പോലെയോ ഒന്നും അങ്ങനെ ഒരു അച്ചടക്കത്തിൻ്റെ പേരിലുള്ള ഒരു അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല സമസ്തയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇവരൊക്കെ പണ്ഡിതരാണ്, ഇപ്പോൾ മതപണ്ഡിതർ കൂടിയാണ് ഇവർ പിന്നെ അതിൽ അവഗാഹമുള്ള ആളുകളാണ്. ചില കാര്യങ്ങൾ അവരിലൂടെയാണ് മതത്തിൻ്റേതായിട്ടുള്ള പിന്നെ മനസ്സിലാക്കലുകൾ ഉണ്ടാവുന്നത് മറ്റുള്ളവർക്ക്. ഇപ്പോൾ എനിക്കിതിലിപ്പോൾ ദാവൂദ് പറഞ്ഞ വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് പരമമായി ഉള്ളത്. അതിൽ ഞാൻ കാണുന്നൊരു കാര്യം ദിവ്യ, പക്ഷേ ഇത് സമസ്ത എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ വിലയിരുത്തപ്പെടുക എന്നതിൻ്റെ ഒരു വിഷയത്തിലാണ്. ഇപ്പോൾ സമസ്തയെക്കുറിച്ച് നമ്മൾ കാണുന്നത് പിന്നെ ലീഗിൻ്റെ ഒരു മതപരമായ ഊർജം ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിട്ടാണ് ഈ സുന്നി സമസ്ത എന്ന് പറയുന്നത്. പക്ഷേ അത് മാറി ഈ സമീപകാലത്ത് അത് മാറിയതിലൂടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻതൂക്കം കൊടുക്കുകയും സമസ്തയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിഭിന്നമായ ശബ്ദങ്ങളെ എന്ത് ചെയ്യണമെന്ന് കാര്യത്തിൽ ഭയങ്കര ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം അവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ അതിൽ കേട്ടത്, ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഈ ഖാലി ആവുന്നത് സംബന്ധിച്ച പരാമർശം, അത് തീർച്ചയായിട്ടും അത് മതത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ചട്ടക്കൂടിനകത്ത് തന്നെ ഇരുന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. പൊതുസമൂഹത്തിന് അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേസമയം ഇപ്പോൾ ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന പരാമർശമാണ് ഏറ്റവും അപകടകരമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ PMA സലാം അത് പറഞ്ഞല്ലോ, അതായത് ആ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു തട്ടിപ്പിൻ്റെ ഇത് മറച്ചു വയ്ക്കാനാണ് അത് ചെയ്തത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന പരാമർശത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടമാർക്കാണ് എന്ന് നോക്കിയിട്ടാണ് PMA സലാം അത് പറഞ്ഞത്. കാരണം തങ്ങൾക്കെതിരെ ആകുമ്പോൾ അത് CPM ആയിക്കോളും സ്വാഭാവികമായും എന്ന നിലയിലാണ് അത് കണ്ടത്. പക്ഷെ അതാണോ അതിൻ്റെ അന്തസത്ത? അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെടുത്തിയാണ് അമ്പലക്കടവിൻ്റെ ഈ പരാമർശം വന്നത്. അതിൽ പങ്കെടുത്തത് ശരിയായില്ല, കേക്ക് മുറിച്ചത് ശരിയായില്ല എന്നത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാദമേ അല്ല അത് ദിവ്യ. അത് ഏത് സമുദായത്തിൻ്റേതായാലും, അത് ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്താലും ഹിന്ദു സമുദായവും മറ്റ് ഇതര സമുദായങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കണക്കിലെടുത്താലും ഒക്കെ നമ്മുടെ ഒരു സാമുദായിക പിന്നെ ഒത്തൊരുമയുടെ ഒരു പശ്ചാത്തലമുള്ള കേരളത്തിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അതിന് എന്തൊക്കെ തരത്തിലുള്ള മതപരമായ വ്യാഖ്യാനങ്ങളോ ആഖ്യാനങ്ങളോ ചമച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അപ്പം സമീപകാലത്തൊക്കെ എൻ്റെ ഓർമ്മ വെച്ച് തന്നെ ഞാൻ കേട്ടതിൽ ഏറ്റവും നിരാശാജനകമായ ഒരു മുസ്ലിം സമുദായ പിന്നെ പശ്ചാത്തലത്തിൽ നിന്ന് കേട്ട ഏറ്റവും നിരാശാജനകമായ ഒരു പ്രസ്താവന അതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പിന്നെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നു, മറ്റു പലരും അത് പ്രതികരിക്കുന്നു. അത് ആ പ്രതികരണം വന്നില്ലായിരുന്നെങ്കിലുള്ളൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം അത്രയ്ക്ക് പിന്നെ എന്താ പറയുക പ്രതിലോമകരമായൊരു പ്രസ്താവനയാണ് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ തന്നെ മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഭൂരിഭാഗവും തദ്ദേശീയമായ പലതിനോടും ഇണങ്ങിയും ഒക്കെ അല്ലേ വളർന്നു വന്നത്. അതിനെക്കുറിച്ചുള്ള പിന്നെ മറ്റു ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ പല സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ വരാറുണ്ട്. ഏതാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് തീരെ പിന്നെ ഇത്തരത്തിലുള്ള വളരെ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഗതിയെ കൂടി തദ്ദേശീയമായ കാര്യങ്ങളുമായിട്ട് ഒന്നും ഇണങ്ങാതെയൊക്കെ നിൽക്കുന്നതെന്നാണ്. അപ്പം ഞാൻ ഉടനെ ദാവൂദ് പൂക്കൾ ഇടുന്ന പടങ്ങളൊക്കെ ഞാൻ കാണിച്ചോളൂ. എനിക്ക് അതൊക്കെ എൻ്റെ വലിയൊരു സംഗതിയാണ് ഇട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അതിലേക്കല്ല പോകുന്നത്. ആ നിലയ്ക്ക് എന്തോ പിന്നെ ഒരു വളരെ പിന്നോക്കം, നമ്മളെ വളരെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഇതിലുണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും പാടില്ല. ആ സംഗതിയിലേക്ക് പോകുന്നതിൽ നിന്ന് സമസ്ത നേതൃത്വം ആരെയും ഇപ്പോൾ പിന്നെ സലാമൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സമസ്തയും പിന്നെ അല്ലെങ്കിൽ സമസ്തയ്ക്കുള്ളിലെ രണ്ട് വിഭാഗമൊന്നും പറയാനില്ല. ചിലരുടെ വ്യക്തി താല്പര്യം പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വാദങ്ങളുമായിട്ട് ചിലർ വരുന്നു എന്നാണല്ലോ. അതുകൊണ്ട് അതിനെ സമസ്തയുടെ ഒരു വിഭാഗമായിട്ട് കാണാൻ പോലും കഴിയില്ല എന്നതാണ് അവർ പറയുന്നത്. വാട്ട് എവർ ഇറ്റ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ പിന്നെ സമസ്ത എന്ന സംഘടനയിൽ നിന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ എന്താ പറയുക ഒരു മതേതര
കേരളീയ സമൂഹത്തിന് ഏറ്റവും ഇണങ്ങുന്ന, അതിനെ എപ്പോഴും മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമീപനമാണ്. അത് മുസ്ലിം ലീഗാണ് ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനത്തെ പൊതുവിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദ് പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ വലിയൊരു തരത്തിലുള്ള അസ്വസ്ഥതകളിലേക്കൊന്നും പോകാതിരിക്കാൻ സഹായിച്ചത് ലീഗിൻ്റെ നിലപാടാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു ധാര അവിടെ നിൽക്കുന്നുണ്ട്. അതിന് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത്. അത് ഇനി ഏതെങ്കിലും തരത്തിൽ സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ദാവൂദ് പറഞ്ഞ പോലെ മൂപ്പിളമ തർക്കം, അധികാര തർക്കം, വ്യക്തിപരമായ തർക്കം, ഇങ്ങനെയുള്ള കാരണങ്ങളാണ് അതില്ലാതാക്കുന്നതെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കേണ്ടത് ഈ പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, എന്തായാലും ഖേദപ്രകടനത്തോടുകൂടി ഈ വിവാദങ്ങൾ, തർക്കങ്ങളെല്ലാം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ അഭിപ്രായ ഭിന്നത വീണ്ടും മറ നീക്കി പുറത്തു വരിക എന്നതും നോക്കി കാണേണ്ടത് തന്നെയാണ്.